ഒരു കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു റെസിപ്പി കണ്ടു. അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ഉള്ളി ഉണ്ട് കേട്ടോ. അത് 2 ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇടാം. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൈക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം. എപ്പോഴും ഒരേപോലെ വെക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കണത്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ 1-2 ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഉള്ളിയും കാഷ്യൂ അരയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം ഒരു മീഡിയം സൈസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 തക്കാളി, ഇതൊക്കെ പാടൊന്ന് അരച്ച് വെക്കണം കേട്ടോ. ചെന്ന ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കോളിഫ്ലവറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മറ്റേ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മറ്റേ മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ സോട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഞാൻ വറുത്ത് കോരി എണ്ണ കേട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. അതിലേക്ക് കുറച്ച് പെരുംജീരകം, ലേശം നല്ല ജീരകം, പട്ടയില്ലേ അതും കൂടെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, ഗരം മസാല, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 2 ആയിക്കോട്ടെ, കുറച്ച് മഞ്ഞൾപ്പൊടി, നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. നമ്മൾ ആ തക്കാളിയും വെങ്കായം ഒക്കെ പാടെ അരച്ചില്ല, അത് തിരിച്ചറിയാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം വറുത്തിച്ച കോളിഫ്ലവർ ഇടാം. നന്നായി ഒന്ന് ഇതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായി വറ്റണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. തിളക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ചോറിൻ്റെ കൂടെ ഇട്ടാണ് കഴിക്കണേ. കൊള്ളാം. പക്ഷേ ചോറിനെക്കാട്ടിലും ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.